നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു മോയ്സ്ചറൈസിങ് ക്രീം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അതും നമ്മൾ അലോവേര യൂസ് ചെയ്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ ബെനിഫിറ്റ്സ് തരും. കാരണം അലോവേരയിൽ ധാരാളം മോയ്സ്ചറൈസിങ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും യങ്ങായിട്ട് വെച്ചിരിക്കാൻ സഹായിക്കുന്നു. കാരണം ആയുർവേദത്തിൽ അലോവേരയുടെ ഒരു പേര് തന്നെ കുമാരി എന്നാണ്. അതുകൊണ്ട് തന്നെ കുമാരികളുടെ സ്കിന്ന് പോലെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും വെച്ചിരിക്കാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അലോവേര ലീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരികെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്തിട്ടു. ഇനി ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ തൊലിയൊക്കെ എടുത്തിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പം ഞാനിത് ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 20 ml ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സോഡിയം ബെൻസവേറ്റ് ആഡ് ചെയ്യണം. ഫുഡ് പ്രിസർവേറ്റീവ് സോഡിയം ബെൻസവേറ്റ്. അപ്പോൾ നമുക്കിതിലേക്ക് സോഡിയം ബെൻസവേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 20 ml ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 0.2 ഗ്രാമൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വാട്ടർ സോല്യൂബിളാണ്, വേഗത്തിൽ അത് മിക്സ് ആവും. അപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ പ്രിസർവ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം 2 പാത്രം വേണം. ഒന്ന് ഓയിൽ ഫേസിനും ഒന്ന് വാട്ടർ ഫേസിനും. അപ്പോൾ നമുക്ക് ആദ്യം ഓയിൽ ഫേസ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഓയിൽ ഞാനിപ്പോൾ എടുക്കുന്നത് ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലുമാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണോ സ്യൂട്ടാവുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിലാണോ ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒലീവ് ഓയിലും ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം, പിന്നെ നല്ലെണ്ണ എടുക്കാം, അത് ജോജോബ ഓയിൽ എടുക്കാം. അതൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് തരും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും വന്ന് നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ യങ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഞാനിതിവിടെ ഓയിൽ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 2.5 ml ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 5 ml ഓയിൽ വേണം. ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇമൾസിഫയിങ് വാക്സ്, അതായത് ഈ വാക്സ്. അപ്പോൾ ഞാനത് ഒരു 2.5 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇമൾസിഫയിങ് വാക്സ് വന്ന് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഞാനിതിവിടെ 2.5 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 2.5 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സീറ്റൽ ആൽക്കഹോളാണ്. ഇതൊരു 1 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കണം. സീറ്റൽ ആൽക്കഹോൾ നമ്മുടെ ക്രീമിനൊരു ക്രീമി കൺസിസ്റ്റൻസി തരാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് സ്റ്റിയറിക് ആസിഡാണ്. സ്റ്റിയറിക് ആസിഡും നമ്മുടെ ക്രീമിനൊരു ക്രീമും വാട്ടറും അലോവേരയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിനെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാൻ ഇതും സഹായിക്കുന്നു. അപ്പോൾ ഞാനതിവിടെ 2.5 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയും അതുപോലെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ഫേസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വാട്ടർ ഫേസ് മെഷർ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് അലോവേര ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 20 ml ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അടുത്ത് നമുക്ക് വേണ്ടത് DM വാട്ടറാണ്. അതും ഒരു 20 ml ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ നമുക്ക് 40 ml വേണം. അപ്പോൾ ഞാൻ 40 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 2.5 ml ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അലോവെരയും ഗ്ലിസറിനും വാട്ടറും DM വാട്ടറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം. നമുക്കിതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഈ ഓയിൽ ഫേസിനെ വാട്ടർ ഫേസിനെയൊക്കെ ഞാൻ അതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഒന്ന് ഹീറ്റായി മെൽറ്റ് ആവണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ആദ്യം ചെയ്യുമ്പം ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെറുതെ പ്രോഡക്റ്റ്സ് എല്ലാം വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി നമുക്ക് ഓയിൽ ഫേസിലോട്ട് വാട്ടർ ഫേസിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചൂടായിട്ടിരിക്കുമ്പോഴേ മിക്സ് ആവണമെങ്കിൽ മാത്രമേ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. നമുക്കിനി ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളകിക്കൊണ്ടേ ഇരിക്കണം. ആ ചൂടോടെ ഇളക്കിയാൽ മാത്രമേ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഏകദേശം റെഡിയാണ്. അടുത്തായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റാമിൻ E ക്യാപ്സ്യൂൾസ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാനും ഗ്ലോ ആക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിരിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഞാൻ അതിന് വിറ്റാമിൻ E ക്യാപ്സ്യൂൾസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എസൻഷ്യൽ ഓയിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാവെൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് എസൻഷ്യലാണോ ഉള്ളത്, നിങ്ങൾ എന്ത് എസൻഷ്യലാണോ ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ലാവെൻഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതൊരു 3-4 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് കൂട്ടിയും കുറച്ചും ഇടാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. കൂട്ടിയാലും കുറച്ചാലും ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാനിവിടെ 4 തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലാവെൻഡറിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒരു മണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോൾ. അപ്പോൾ അത് വന്ന് നമുക്കിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4-5 തുള്ളിയൊക്കെ മതിയാവും. നമ്മൾ ആൾറെഡി ഇതിൽ ഫുഡ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 5 തുള്ളി ആഡ് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. കണ്ടോ നമ്മുടെ ക്രീം കണ്ടോ. അപ്പോൾ ഞാനിതിനെ ബോട്ടിലോട്ട് മാറ്റുകയാണ്. ക്രീം ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഫേസ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ക്ലൻസിങ് കഴിഞ്ഞു. അതിനുശേഷം എന്താ ടോണിങ്. അപ്പോൾ നമ്മുടെ ഹൈബിസ്കസ് ടോണർ എടുത്ത് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് ഇങ്ങനെ ഡോട്ടായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. CTM റൊട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ ക്രീം ഒരു 12 hours കഴിഞ്ഞ് മാത്രമേ യൂസ് ചെയ്യാവൂ. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 12 hours കഴിഞ്ഞ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ആൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന ക്രീമാണ്. അപ്പോൾ
എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ ഇട്ടുവരുന്നതായിരിക്കും. ഗുഡ് ബൈ.